ആ ഒരു ദൃശ്യം, അവളുടെ എക്സ്പ്രഷൻ, ചോസൻ എന്ന ഒരു ഫിലിം ഇതുണ്ട്, അതിൽ കാണാൻ പറ്റും. അവളൊരുമാതിരി ഹാർഷായിട്ട് ഈശോ ചോദിക്കുകയാണ്, കുടിക്കാൻ എനിക്ക് വെള്ളം തരിക. ഓക്കെ, ഈശോ അവളോട്, ശ്രദ്ധിച്ചു കേൾക്കുക, ഈശോ അവളോട് കുടിക്കാൻ എനിക്ക് വെള്ളം തരിക എന്ന് പറയുമ്പോൾ അവളുടെ റെസ്പോൺസ് എന്തായിരിക്കണമായിരുന്നു? 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 നിങ്ങൾ പറഞ്ഞില്ലേ ഇവളാരാണ്, പാപ്പിനിയാണെന്ന് പറഞ്ഞില്ലേ? ഓക്കെ, അങ്ങനെയായിരുന്നെങ്കിൽ ഈശോയ്ക്ക് അപ്പോൾ ഓൾമോസ്റ്റ് എത്ര വയസ്സുണ്ടായി കാണും? ഒരു 31 വയസ്സ്. 31 വയസ്സ്. ഈശോ എങ്ങനെ കാണാൻ എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര സുന്ദരനായിരുന്നു, ഹാൻസം ആയിരുന്നു, സ്മാർട്ട് ആയിരുന്നു. ഇവള് പാപ്പിനിയായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരാൾ വെള്ളം ചോദിച്ചാൽ അവളുടെ റെസ്പോൺസ് എന്തായിരിക്കണമായിരുന്നു? ഇതൊരു ചാൻസ് എന്നുള്ള രീതിയിൽ അവൾ ഉപയോഗിച്ചത്. പക്ഷേ അവൾ എന്താണ് പറയുന്നത്? യഹൂദൻ, ഞാന് സമരിയക്കാരി. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു അവളെ പറ്റി മാറ്റം വരുന്നുണ്ടോ നിങ്ങൾക്ക് അവളെ കുറിച്ചുള്ള ഒരു ചിന്ത? ഓക്കെ, അവൾക്ക് അങ്ങനെ ഈശോ നോക്കുന്നില്ല, മുഖത്തെ നോക്കാതെ ഞാനൊരു സമാരിയക്കാരി, നീ ഒരു യഹൂദൻ. ഇപ്പൊ അവൾക്ക് ഈശോയെ കുറിച്ചുള്ള അറിവ് എന്താണ്? ഈശോ ഒരു യഹൂദൻ, ഒരു 10%. അപ്പോൾ ഇവളാരാണ്? സമാരിയക്കാരി. ഓക്കെ, സുപ്രീമുള്ളവരെ, ഇത് കഴിഞ്ഞ് ഈശോ അവളോട് സംസാരിക്കുകയാണ്, ജീവജലത്തെ കുറിച്ച് സംസാരിക്കുന്നു. ഓക്കെ, ഞാൻ കൊടുക്കുന്ന ജലം കുടിച്ചാൽ ഒരിക്കലും ദാഹിക്കുകയില്ല. ഇതെല്ലാം പറയുമ്പോൾ ഇവൾ എന്ത് റെസ്പോൺസ് പറയുന്നത് അറിയാവോ? ബൈബിളിൽ നിന്ന് തുറക്കുകയാണെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം, മേ ബി 8-9 വചനം, ഇല്ലല്ല 8-ാമത്തെ വചനം അല്ലെങ്കിൽ 8-9 വചനമാവും. ആ സമരിയക്കാരി അവനോട് ചോദിച്ചു, നീ ഒരു യഹൂദനായിരിക്കെ സമരിയക്കാരിയായ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നു? എങ്ങനെയാണ് ചോദിക്കുന്നത്? നീ ഒരു യഹൂദനായിരിക്കെ. നീ എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഒരു വലിയ റെസ്പെക്ട് ഒന്നും ഇല്ലാതെയാ ചോദിക്കുന്നത്. നീ അല്ലെ, ഒരു സിംഗുലറല്ലേ ചോദിക്കുന്നത്, വലിയ റെസ്പെക്ട് ഒന്നും ഇല്ലാതെയാ ചോദിക്കുന്നത്. നീ ഒരു യഹൂദനായിരിക്കുമ്പോൾ സമാരിയക്കാരിയായ എന്നോട് വെള്ളം ചോദിക്കാൻ പാടില്ലല്ലോ. മനസ്സിലായോ? ഈ ഫസ്റ്റ് സെന്റൻസ് നിങ്ങൾ പഠിക്കണം. ഓക്കെ, നമ്മൾ കുറെ പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. ഇതൊക്കെ കേട്ട് നമുക്ക് എത്ര അറിയാമെന്നുള്ള ചിന്തയിൽ ഇരിക്കുന്നവരാണ് നമ്മള്. ഓക്കെ, സോ ഇനി മുന്നോട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈശോ പറയുകയാണ്, വായിക്കുക. യേശു അവളോട് പറഞ്ഞു, ദൈവത്തിന്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്നും നിന്നോട് ആവശ്യപ്പെടുന്ന ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. നീ മുന്നോട്ട്. അവൾ പറഞ്ഞു, പ്രഭോ. അവൾ പറഞ്ഞു, പ്രഭോ. ആദ്യം എന്താ പറഞ്ഞേ? നീ ഒരു യഹൂദൻ. ഇപ്പൊ ഈ അവള് പ്രഭോ എന്ന് പറയാൻ കാരണം എന്താണ്? ഈശോ സംസാരിച്ചപ്പോൾ, ഈശോ സംസാരിക്കുന്നല്ല, ദൈവവചനമാണ് അല്ലെ. ദൈവവചനം എന്ന് പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു കാണും? ഇവളുടെ മുറിവുകൾ ഉണങ്ങാൻ തുടങ്ങി. വചനമയച്ച് സൗഖ്യപ്പെടുത്തി എന്ന് പറയുന്നത് പോലെ ഇവളുടെ മുറിവുകൾ കുറേശ്ശെ ഉണങ്ങാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പൊ ഈശോയെ കാണുമ്പോൾ ഒരു യഹൂദൻ എന്നതിലുപരിയായിട്ട് ഈശോ ഇച്ചിരി കൂടെ ഹയർ ആയിട്ട് അനുഭവിച്ചറിയാൻ തുടങ്ങി. ഇവള് പറയുകയാണ്, പ്രഭോ. പ്രഭോ എന്ന് പറയുമ്പോഴേക്കും അവൾക്ക് ഈശോയെ കുറിച്ചുള്ള ആ ബോധ്യം. ചുമ്മാ ഒരാളെ പ്രഭോ എന്ന് വിളിക്കുവോ? എങ്ങനെയുള്ള ഒരാളാണ് പ്രഭോ എന്ന് വിളിക്കുന്നത്? എനിക്ക് ആ വ്യക്തിയുടെ മഹത്വം അറിയുമ്പോഴാണ് ഞാൻ ആ വ്യക്തിയെ പ്രഭോ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ സമരിയക്കാരിക്ക് ഈശോയെ കുറിച്ച് എന്തുമാത്രം അറിയാം? 30%. ഓക്കെ, പ്രഭോ എന്ന് പറയുകയാണ്. ഇത് നമ്മൾ പഠിച്ചു പോകണം. ഓക്കെ, അപ്പൊ അവൾക്ക് ഈശോയെ കുറിച്ചുള്ള അറിവ് കൂടി വരുന്നുണ്ട്. അതോടെ ഇവളുടെ മുറിവുകൾ സൗഖ്യമാവുന്നു, ഇവള് വളരെ ഫ്രീ ആവുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? ഈശോയെ അറിയുന്നതിനനുസരിച്ച് ഇവളിൽ സൗഖ്യമുണ്ടാവുന്നു, ഇവള് ഫ്രീ ആകുന്നു. ഇനി മുന്നോട്ട് വായിക്കാം. വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ല, കിണറോ ആഴമുള്ളതോ, പിന്നെ ഈ ജീവജലം നിനക്ക് എവിടെ നിന്ന് കിട്ടും? ഈ കിണർ ഞങ്ങൾക്ക് തന്ന
ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ? നോക്ക്, ഇപ്പൊ അവളുടെ ജഡ്ജ്മെന്റ് ഏത് ലെവലിലേക്ക് പോവാണ്? അങ്ങ് പ്രഭു, അങ്ങ് ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനോ? നോക്ക്, യാക്കോബ് ഇവർക്ക് വലിയൊരു ഒരു സ്തംഭമാണ്. ഇപ്പൊ നീ ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനോ? നോക്ക്, അപ്പൊ ഈശോയെ അറിയുകയാണ്. ഈശോയുടെ വചനം കേൾക്കുന്നതിനനുസരിച്ച് ഈശോയെ അറിയുകയാണ്, അനുഭവിച്ചറിയുകയാണ്. ഇപ്പോൾ പറയുകയാണ്, നീ യാക്കോബിനേക്കാൾ വലിയവനോ? അതിനനുസരിച്ച് ഇവളുടെ മനസ്സിലുള്ള മുറിവുകൾ ഉണങ്ങുകയാണ്. ഇവള് ഫ്രീ ആവുകയാണ്. ഇവള് വളരെ ഫ്രീ ആയിട്ട് ഈശോയോട് സംസാരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി മുന്നോട്ട് നമ്മൾ വായിക്കും, പറയും, ഇവളെ ഈശോയോട് ചോദിക്കുകയാണ്, എനിക്ക് ആ ജലം എനിക്ക് തരിക. ഒരു 10 മിനിറ്റ് മുമ്പിലാണ്, നീ ഒരു യഹൂദന്, ഞാൻ സമരിയക്കാരി, നീ എന്നോട് വെള്ളം ചോദിക്കുന്നവരില്ല എന്ന് പറഞ്ഞ ഇതേ സ്ത്രീ ഇപ്പോൾ തിരിച്ചു ചോദിക്കുകയാണ്, ആ ജലം എനിക്ക് തരിക. നോക്ക്, എത്ര ഫ്രീ ആയി. അവളുടെ മുറിവുകൾ എന്തുമാത്രം സൗഖ്യം പ്രാപിച്ചു ചിന്തിച്ചു നോക്കുക. ഈശോയെ അറിയുന്നതിനനുസരിച്ച് ഇവളുടെ മുറിവുകൾ സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി മുന്നോട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ കാണാൻ സാധിക്കും, ഈശോ പറയുകയാണ്, നീ പോയി ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. അപ്പോൾ ഇവള് പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. അപ്പോൾ ഈശോ പറയുകയാണ്, 5 പേരുണ്ടായിരുന്നു, അപ്പോഴുള്ളവൻ. ഇത് പണ്ട് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ഓടിച്ചു വിട്ടേനെ, അടിച്ചോടിച്ചേനെ. നീ ആരും എന്നോട് ഇത് പറയാന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇപ്പൊ അവളുടെ മനസ്സ് പാകമായി.